നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സും ഫിക്സഡ് പോയിന്റ് നമ്പേഴ്സും റെപ്രസെൻറ്റേഷനാണ് നമ്മൾ പറയുന്നത്. ഓൾറെഡി നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്താണെന്നും ഫിക്സഡ് പോയിന്റ് നമ്പേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെരി ലാർജ് നമ്പേഴ്സിൻ്റെയും വെരി സ്മോൾ നമ്പേഴ്സും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സയൻറ്റിഫിക് നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സ്പോണൻറ്റ് 10 ആയിട്ടുള്ള കേസിലാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ എന്ന് പറയുന്നത് മാൻഡിസയാണ്. അതുപോലെ തന്നെ ഒരു എക്സ്പോണൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 653 ഇൻറ്റു 10⁻⁻27 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളാണ്. അതുപോലെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റംസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താ 2 ആയിരിക്കും. അപ്പോൾ ജനറലി നമ്മൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ 3 പാർട്ടായിട്ടാണ് നമുക്ക് ഫോം ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മാൻഡിസ, ബേസ്, എക്സ്പോണൻ്റ്. ഇനി ഇതിൻ്റെ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത് +or-m×b⁻e ആണ്. എം എന്ന് പറയുന്നത് മാൻഡിസയാണ്, ബി നമ്മുടെ ബേസ് ആണ്, ഇ എന്ന് പറയുന്നത് എക്സ്പോണൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ 9 × 10⁸ എന്ന് പറയുമ്പോൾ 9 നമ്മൾ മാൻഡിസയായിട്ടും 10 നമ്മുടെ ബേസും 8 എക്സ്പോണൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ 110 × 2⁻7 എന്ന് പറയുമ്പോൾ 110 മാൻഡിസയായിട്ടും 2 ബേസ് ആയിട്ടും 7 എക്സ്പോണൻ്റ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി 4364.784 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പം നമുക്ക് അതിൻ്റെ നമ്മുടെ സയൻറ്റിഫിക് നൊട്ടേഷൻ ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ സോ നമ്മുടെ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത് m×b⁻e ആണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ റീചേഞ്ച് ചെയ്യണം. അപ്പോൾ സോ നമുക്കിതെങ്ങനെ എഴുതാം, 4364.784 × 10⁻³ എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പഴയ ഒരു ഫോർമാറ്റിലേക്ക് തന്നെ പോകും. അപ്പോൾ അതിൽ 4364.784 ആണ് നമ്മുടെ മാൻഡിസ, 10 എന്ന് പറയുന്നത് ബേസ് ആണ്, -3 ആണ് നമ്മുടെ എന്തെന്ന് എക്സ്പോണൻ്റ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മളൊരു സ്റ്റാൻഡർഡൈസേഷൻ ഫോർമേഷനാണ് മാറ്റുന്നത്. അതിൽ യൂസ് ചെയ്യുന്നതാണ് IEEE 754 ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ. നമുക്ക് 2 വേയിലാണ് ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. ഫസ്റ്റ് വൺ സിംഗിൾ പ്രിസിഷൻ ഫോർമാറ്റ്, സെക്കൻഡ് വൺ ഡബിൾ പ്രിസിഷൻ ഫോർമാറ്റ്. അപ്പോൾ സിംഗിൾ പ്രിസിഷൻ ഫോർമാറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 32 ബിറ്റ് നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് സൈൻ ബിറ്റ്, പിന്നെ എക്സ്പോണൻ്റ് മാൻഡിസ. അതിൽ സൈൻ ബിറ്റ് നമ്മൾ ഒരു ബിറ്റായിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യണത്. 8 ബിറ്റ് ആയിരിക്കും നമ്മുടെ എക്സ്പോണൻ്റ് പാർട്ട്, മാൻഡിസ 23 പാർട്സ് ആയിരിക്കും. ആ 23 ബിറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ ഈ സ്ട്രക്ചർ ഇതുപോലെ തന്നെ വേണം നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഡബിൾ പ്രിസിഷൻ ഫോർമാറ്റ്. ഡബിൾ പ്രിസിഷൻ ഫോർമാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് 64 ബിറ്റ് നമ്പേഴ്സിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ സൈൻ ബിറ്റ് 1 ആയിട്ട് തന്നെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത്, എക്സ്പോണൻ്റ് 11 ബിറ്റ് ആയിട്ടും മാൻഡിസ 52 ബിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഈ സിംഗിൾ പ്രിസിഷനും ഡബിൾ പ്രിസിഷനും നമുക്ക് എങ്ങനെ ഇനി വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ കിട്ടിയിരിക്കുന്ന റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, നോർമലൈസ്ഡ് ആക്കണം. പിന്നെ നമ്മൾ ഏത് പ്രിസിഷനാണോ അപ്ലൈ ചെയ്യുന്നത് ആ പ്രിസിഷൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, അതിനെ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ സിംഗിൾ പ്രിസിഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 1n2⁻e -127 ആണ് ചെയ്യേണ്ടത്. അടുത്തതാണെങ്കിൽ ഡബിൾ ആണെങ്കിൽ 1023 വെച്ചിട്ടായിരിക്കണം സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ 1259.125 ആണ്. ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഈ നമ്പറിന് ഞാൻ സിംഗിൾ പ്രിസിഷനും ഡബിൾ പ്രിസിഷനും ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താ, ഡെസിമലിനെ ബൈനറിയിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡെസിമൽ നമ്പർ 1259.125നെ ബൈനറി നമ്പറിലേക്ക് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആ ഗിവൺ നമ്പറിനെ എനിക്ക് എന്ത് ചെയ്യണം, നോർമലൈസ് ചെയ്യുക. അപ്പോൾ ആ ഗിവൺ നമ്പർ നോർമലൈസ് ചെയ്യണത് നമുക്ക് തന്നിരിക്കുന്ന ഫോർമാറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്പറിനെ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ m×b⁻e ഫോർമാറ്റിൽ. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഇവിടെ 1 എന്ന് പറയണതാണ് നമുക്ക് ആ 1.n എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എഴുതണമെന്നാണ് 1 അവിടെ ഡോട്ട് ഇട്ടിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മാൻഡിസ പാർട്ട് എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ സൈൻ ബിറ്റാണ് ആ 1 എഴുതിയിരിക്കുന്നത്. പിന്നെ മാൻഡിസ പാർട്ട് എഴുതി, ബാക്കി ഇൻറ്റു 2 നമ്മൾ എന്ത് ചെയ്തു, ആ കറസ്പോണ്ടിങ് 10 ആണ് നമുക്ക് ഫോം ചെയ്യുന്നത്. അതായത് ഡെസിമൽ പാർട്ടിലേക്കാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, മാറ്റി. ബേസ് 2 ആണ്, അതുപോലെ തന്നെ എക്സ്പോണൻ്റ് 10 ആണ്.
ഇനി നമ്മൾ എന്ത് ചെയ്തു, സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമുക്ക് ഏത് പ്രിസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ പ്രിസിഷനാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡറേറ്റ് ചെയ്യുന്നത് സിംഗിൾ പ്രിസിഷൻ ആണ്. അപ്പോൾ സിംഗിൾ പ്രിസിഷൻ്റെ ഇക്വേഷൻ എഴുതുക 1.n ഇൻറ്റു 2⁻⁻127 ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഫോർമാറ്റ് അതുപോലെ തന്നെ ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട് എടുത്ത്. എന്നിട്ട് e⁻127 നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ e⁻127 ഇവിടെ എന്താ വന്നേക്കണം, 2⁻10 ആണ് വന്നേക്കണം. അപ്പോൾ e⁻127 ഇക്വലൻ്റ് ആണ് എന്തെന്ന് 10 ആയിട്ട്. അപ്പോൾ ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 10 + 127 ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ എക്സ്പോണൻറ്റിൻ്റെ എന്ത് കിട്ടി, 137 കിട്ടി. ഇനി ഈ 137ൻ്റെ എന്ത് ചെയ്യുക, ബൈനറി ഫോർമാറ്റ് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സിംഗിൾ പ്രിസിഷൻ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ സിംഗിൾ പ്രിസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി 1 ബിറ്റാണ് സൈൻ മെമ്പേഴ്സ്, എക്സ്പോണൻറ്റിന് 8 ബിറ്റ് ആയിരിക്കണം, മാൻഡിസ 23 ബിറ്റ് ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ബിറ്റ് ഞാനിവിടെ സൈൻ ബിറ്റ് 0 ആണ്. കാരണം എന്തുകൊണ്ടാണ്, എൻ്റെ സൈൻ ഇവിടെ 0 ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബിറ്റ് ഞാൻ 0 ആയിട്ട് ആക്ട് ചെയ്തു. ബാക്കി റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് മാൻഡിസയാണ്. അപ്പോൾ മാൻഡിസ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ 1000101 ആണ് എൻ്റെ മാൻഡിസ പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കേസിൽ നമ്മളിവിടെ എന്താ 8 എക്സ്പോണൻ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ 8 എക്സ്പോണൻ്റ് യൂസ് ചെയ്തു, 23 ആണ് നമ്മുടെ എന്തെന്ന് മാൻഡിസ പാർട്ട്. അപ്പം നമുക്ക് ആ ഒരു ഫോർമാറ്റിലാണ് എഴുതേണ്ടത്, സൈന് എക്സ്പോണൻ്റ് മാൻഡിസ. അപ്പോൾ എക്സ്പോണൻ്റ് പാർട്ട് നമ്മൾ എഴുതി. ഇനി മാൻഡിസ പാർട്ട് എഴുതാം. മാൻഡിസ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് നമ്പറാണ് മാൻഡിസ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 111001101 ആണ്. ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, സീറോസ് ആഡ് ചെയ്യുക. അതായത് 23 വേണം നമുക്ക്. അപ്പോൾ 23 വരണ വരെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം നമുക്കിപ്പോൾ ഓൾറെഡി 13 ഉള്ളൂ, ബാക്കി ഇനി 10 കൂടി ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 23 ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, സീറോസ് ആഡ് ഓൺ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് സിംഗിൾ പ്രിസിഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഡബിൾ പ്രിസിഷൻ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇക്വേഷനിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. അതായത് 2e−1023 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, e−1023 = 10 കൊടുക്കുക. അപ്പോൾ = 10 + 1023 വരും. അപ്പം നമ്മുടെ ആൻസർ 1033 ആണ്. അതിൻ്റെ ബൈനറി വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഡബിൾ പ്രിസിഷൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഡബിൾ പ്രിസിഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 1 ബിറ്റാണ് സൈൻ ബിറ്റ്, എക്സ്പോണൻ്റ് 11 ബിറ്റ്, മാൻഡിസ 52 ബിറ്റാണ്. അപ്പോൾ 1 ബിറ്റ് ഞാൻ സൈൻ ബിറ്റ് കൊടുത്തു, 0 കൊടുത്തു ഞാൻ. ഇനി എക്സ്പോണൻ്റ് പാർട്ട് എന്ന് പറയുന്നത് എൻ്റെ എന്തായിരിക്കും, എൻ്റെ 11 ബിറ്റാണ്. അപ്പോൾ 11 ബിറ്റ് ഞാൻ എക്സ്പോണൻ്റ് പാർട്ട് കൊടുത്തത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ബാക്കിയുള്ളത് എന്തായിരിക്കും വരുന്നത്, മാൻഡിസ പാർട്ടാണ്. അപ്പോൾ മാൻഡിസ പാർട്ടിൽ ആകെ 15 ബിറ്റേ ഉള്ളൂ, ബാക്കിയുള്ള 30 ബിറ്റേ ഉള്ളൂ. ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസ് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, 39 സീറോസ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആഡ് ഓൺ ചെയ്യണം. അത് ആഡ് ചെയ്തേ ഇരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് സ്ട്രക്ചർ അവിടെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ. ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പേര് കേൾക്കുന്ന പോലെ തന്നെയാണ്, ഒരു നമ്പർ ഫിക്സഡ് ആയിരിക്കും, ആ വാല്യൂസ് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതാണ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇൻഡിജർ പാർട്ട് ഉണ്ടാകും, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടാകും ഫിക്സഡ് പോയിന്റ് നമ്പേഴ്സിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗിവൺ റെപ്രസെൻറ്റേഷൻ ആണ് 111.FFF എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ 000.001 ആണ് അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. 9 ടേംസ് ആണെങ്കിൽ അതിൽ 3 പാർട്സ് ആയിട്ടായിരിക്കും നമ്മളവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സൈൻ ഫീൽഡ് ഉണ്ട്, ഇൻഡിജർ ഫീൽഡ് ഉണ്ട്, ഫ്രാക്ഷണൽ ഫീൽഡ്. നമ്മുടെ നേരത്തെ കേസിൽ ഫ്ലോട്ടിംഗ് പോയിന്റിൽ എന്തൊക്കെയായിരുന്നു കണ്ട, മാൻഡിസ, എക്സ്പോണൻ്റ്, സൈന്, എക്സ്പോണൻ്റ്, മാൻഡിസ. ഇവിടുത്തെ കേസിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് പോയിന്റിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ഫീൽഡ് ഉണ്ടാകും, ഇൻഡിജർ ഫീൽഡ് ഉണ്ടാകും, ഫ്രാക്ഷണൽ ഫീൽഡ് ഉണ്ടാകും. അതിൽ അൺസൈൻഡ് ഫിക്സഡ് പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഇൻഡിജറും ഫ്രാക്ഷനും ആയിട്ടായിരിക്കും നമുക്ക് 2 ഫീൽഡേ ഉണ്ടാവുള്ളൂ. സൈൻ ഫിക്സഡ് പോയിന്റ് ആണെങ്കിൽ സൈനും ഇൻഡിജറും ഫ്രാക്ഷനും ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസ്യൂം ദി നമ്പർ യൂസിങ് 32 ബിറ്റ് ഫോർമാറ്റാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ 1 ബിറ്റ് നമ്മൾ ഓൾറെഡി സൈൻ ബിറ്റിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്, 15 ബിറ്റാണ് ഇൻഡിജർ പാർട്ടിന്. അപ്പോൾ 15 ബിറ്റ് തന്നെ ഇൻഡിജർ പാർട്ടിന് കൊടുത്തിരിക്കണം, 16 ബിറ്റാണ് നമ്മൾ ഫ്രാക്ഷണൽ പാർട്ടിനുള്ളത്. അപ്പോൾ നമ്പർ എന്ന് പറയുന്നത് 43.625 ആണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ എൻ്റെ സൈൻ ബിറ്റ് എന്തായിട്ട് നമുക്ക് എഴുതാം, 1 ആയിട്ട് എഴുതാം അല്ലേ. ഇനി 43യുടെ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ
നമ്പർ എഴുതുക. 625ൻ്റെ എന്ത് ചെയ്യുക, ഫ്രാക്ഷണൽ പാർട്ടിൻ്റെയും ബൈനറി നമ്പർ എഴുതുക. അപ്പം നമുക്ക് 43 മാത്രം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിജർ പാർട്ട് കംപ്ലീറ്റ് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്താ, ഇൻഡിജർ പാർട്ടിൽ നമുക്ക് വേണ്ടിയത് എത്രയാണ്, 15 ബിറ്റാണ്. അപ്പോൾ 15 ബിറ്റ് തന്നെ ഇൻഡിജർ പാർട്ടിൽ എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സീറോസ് ആഡ് ചെയ്യുക. ഇനി 625ൻ്റെ ബൈനറി എഴുതി കഴിഞ്ഞിട്ട് അത് കറസ്പോണ്ടിങ് 16 ബിറ്റ് ആയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് സീറോസ് ആഡ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ സൈൻ ബിറ്റ് 0 ആണെങ്കിൽ അവിടെ പോസിറ്റീവായിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നോർമലി അവിടെ 0 വെച്ചിട്ടായിരിക്കും സൈൻ ബിറ്റ് കൊടുക്കുന്നത്. 1 ആയതുകൊണ്ടാണ് അവിടെ, അതായത് നെഗറ്റീവ് ആയതുകൊണ്ടാണ് അവിടെ 1 ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന്, ഫ്ലോട്ടിംഗ് പോയിൻറ്റും ഫിക്സഡ് പോയിൻറ്റും നമ്മൾ IEEE സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നമ്മൾ ചെയ്യുന്നത്.